ആധുനിക കാലത്തെ കുടുംബ സംവിധാനത്തെക്കുറിച്ചും പുതിയ കാലത്ത് കുടുംബത്തിൻ്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില സംഗതികളെക്കുറിച്ചും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 1 മണിക്കൂർ സമയമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇൻഷാ അല്ലാഹ് 8:30 മണിക്ക് ഞാൻ അവസാനിപ്പിക്കും. ആ 1 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ 4 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ആ 4 കാര്യങ്ങൾ വിശദീകരണങ്ങളില്ലാതെ, ഒരുപാട് വിശദീകരിക്കാതെ, പതുക്കെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ഈ ആയത്ത് സൂറത്തുൻ നഹ്ലിലെ ഒരായത്താണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. അല്ലാഹു കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങൾ, അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെ മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അത് ഒന്ന് യഅ്മുറു ബിൽ അദ്ലി, നീതി പാലിക്കാനാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഏതൊരു കൽപ്പനയും, അല്ലാഹു നമ്മളോട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് റബ്ബ് കൽപ്പിക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെ ഉള്ളിലും കൃത്യമായ ഒരു നീതി ഉണ്ടാവും. എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ കൽപ്പിച്ചത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാണ് നീതി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേത് വൽ ഇഹ്സാൻ. അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത് നല്ല കാര്യങ്ങളാണ്. ഏതൊരു കാര്യം ചെയ്യണമെന്ന് പടച്ച റബ്ബ് നമ്മളോട് കൽപ്പിക്കുന്നുണ്ടോ, ആ റബ്ബ് കൽപ്പിച്ച കാര്യം മോശമാണ് എന്ന് അത് ചെയ്യുന്ന ഒരാൾക്കും ഒരിക്കലും തോന്നുകയില്ല. മതത്തെ നിരാകരിക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാം എന്ന മതം മനുഷ്യർക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന ചില നിരീശ്വര നിർമ്മിതവാദികളൊക്കെ പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കാടൻ നിയമങ്ങളാണ്, അതുകൊണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. സത്യത്തിൽ അത് മാറ്റണമെന്ന് തോന്നേണ്ടത് അത് ജീവിതത്തിൽ പാലിക്കുന്നവർക്കല്ലേ. ഇവരാരും ഇത് പാലിക്കാറില്ലല്ലോ. അനന്തരാവകാശ നിയമങ്ങളിൽ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ നീതിപൂർവമല്ല, ആ നിയമങ്ങളിൽ മാറ്റമുണ്ടാക്കണം എന്ന് പറയുന്നത് ആരാണറിയങ്ങൾ? അനന്തരാവകാശം എന്നല്ല, ഒരു കാര്യത്തിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കാത്തവരാണ് അഭിപ്രായപ്പെടുന്നത്. ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കാലഘട്ടത്തിന് അനുയോജ്യമായ നിയമങ്ങളല്ല എന്ന്? തോന്നിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മതപരമായ ഏതൊരു കൽപ്പനകളും അത് ഏറ്റവും നല്ല കാര്യങ്ങളാണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്. നിങ്ങളുടെ അടുത്ത കുടുംബ ബന്ധങ്ങൾക്ക് നിങ്ങൾ നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അവൻ നിങ്ങളോട് വിരോധിക്കുന്നു. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് അല്ലാഹു തആല മനുഷ്യരോട് വിലക്കുന്ന, വിരോധിക്കുന്ന കാര്യങ്ങൾ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, ഏറെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് അല്ലാഹു തആല നിങ്ങളോട് വിരോധിക്കുന്നത്. യഅ്ലുക്കും, അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി നല്ല ഒരു സമൂഹമാകുന്നതിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നു. എൻ്റെ സംസാരത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 4 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല
ഏതൊരു കാര്യം നമ്മളോട് കൽപ്പിക്കുന്നുണ്ടോ ആ കാര്യം നമുക്ക് ഏറെ ഗുണപരവും നമുക്ക് ഏറെ നന്മയുണ്ടാക്കുന്നതും നമുക്കേറെ സമാധാനമുണ്ടാക്കി തരുന്നതും നമ്മുടെ ജീവിതത്തെ ഏറെ മനോഹരമാക്കുന്നതുമായ കാര്യമായിരിക്കും. നമ്മളെ കഷ്ടപ്പെടുത്തുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമുക്ക് വേദന ഉണ്ടാക്കുന്ന, നമ്മുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന ഒരു കൽപ്പനയും പടച്ച റബ്ബ് നമ്മളോട് കൽപ്പിക്കുന്നില്ല, അല്ലേ? മനുഷ്യർക്ക് നിർവഹിക്കുവാൻ സാധ്യമാകുന്നതല്ലാത്ത ഒരു കൽപ്പനയും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ചില മതവിശ്വാസങ്ങളിലൊക്കെ ചില അത്ഭുതകരമായ ആചാരങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ആചാരങ്ങൾ മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാവുന്ന, രക്തം ചിന്തുന്ന, മുറിവേൽപ്പിക്കുന്ന, പട്ടിണി കിടന്ന് മരിക്കുന്ന അതുപോലത്തെ ചില ആചാരങ്ങളൊക്കെ ചില മതത്തിന്റെ പേരിൽ ആളുകൾ നിർവഹിക്കാൻ. തമിഴ്നാട്ടിലൊക്കെ ചില വിചിത്രമായ ആരാധനാ രൂപങ്ങൾ ശരീരത്തിൽ ഇങ്ങനെ ഇരുമ്പിന്റെ കൊളത്ത് പച്ചമാംസത്തിൽ കൊളത്തിയിട്ടങ്ങനെ പരുന്തിനെ പോലെ ഗരുഡനെ പോലെ തൂങ്ങി നിൽക്കുന്ന ആരാധനാ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? സത്യത്തിൽ നിങ്ങൾ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നതോ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യന്റെ ജീവനോ സ്വത്തിനോ ഭീഷണിയാകുന്നതോ ആയ ഏതെങ്കിലും ഒരു കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ ഏതൊരു കൽപ്പനയും മനുഷ്യർക്ക് നന്മ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അത് മനുഷ്യന് ഖൈറാണ് ഉണ്ടാക്കുന്നത്. ആ മാർഗത്തിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ അവൻ എത്തിപ്പെടുന്നത് ഏറ്റവും മനോഹരമായ ഒരു ജീവിതത്തിന്റെ വഴിയിലേക്കാണ്. അല്ലാഹു തആല ഏതൊക്കെ കാര്യം അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് ദോഷകരമായ കാര്യങ്ങളാണ്. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ ഒരു സഹോദരന്റെ ലേഖനം വായിച്ചു. അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ലേഖനം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം എഴുതുന്നത്, എനിക്ക് ഇസ്ലാമിനോട് വെറുപ്പായിരുന്നു, എനിക്ക് ഇസ്ലാമിനോട് വെറുപ്പായിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞത്, ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരുപാട് കാര്യങ്ങളെ ഇസ്ലാം പാടില്ല 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 എന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ ആസ്വാദനത്തിന് എന്തിനാണ് ഇസ്ലാം ഇങ്ങനെ കൂച്ചുവിലങ്ങിടുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിനോട് വെറുപ്പായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലേഖനം ആരംഭിക്കുന്നത്. ശേഷം അദ്ദേഹം പറയുന്നത്, എന്നാൽ ഇങ്ങനെ ഇസ്ലാം എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെയൊക്കെ വെറുപ്പാണ്, പാടില്ല, അരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം അത്ഭുതത്തോടു കൂടി ബോധ്യമായി. ഇസ്ലാം ഒരു കാര്യം മനുഷ്യർക്ക് വിരോധിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ മനുഷ്യർക്ക് ഒരു നന്മയുമില്ല എന്ന് മാത്രമല്ല, ആ കാര്യം മനുഷ്യർക്ക് പിൽക്കാലത്ത് ദുരന്തമായി മാറുന്നതാണ് കാണാൻ കഴിയുന്നത്. ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, ലഹരി ഒരു നിലക്കും അതൊരു ചെറിയ തുള്ളിയാണെങ്കിൽ പോലും, ഒരു തരിയാണെങ്കിൽ പോലും, ഒരു പുകയാണെങ്കിൽ പോലും ലഹരിയുടെ ഒരു ചെറിയ അംശം പോലും മനുഷ്യർക്ക് പാടില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരൊറ്റ മതം ഇസ്ലാം അതാണെന്നാ. ബാക്കിയുള്ള മതങ്ങളൊക്കെ ആലോചിച്ച് നോക്കേണ്ടി, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ അത് ലഹരിയുടെ ആ വഴികളിലൂടെ അത് കടന്നു പോകുന്നതായി കാണാം. പല വ്യാഖ്യാനങ്ങളും പല വിശദീകരണങ്ങളും അതിന്റെ പിന്നിൽ ഉണ്ടാവാം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലഹരി ഉണ്ടാക്കുന്ന സകല വസ്തുക്കളും അതെത്ര തോനെയാണെങ്കിലും അതെത്ര കുറവാണെങ്കിലും അത് ഹറാമാണെന്ന് കൃത്യമായിട്ടല്ല ഇസ്ലാം പഠിപ്പിച്ച്. ഇന്ന് നമ്മളെ വർത്തമാനകാലത്തൊക്കെ ലഹരിയിലേക്ക് അടിപ്പെട്ടത് നമ്മുടെ ചെറുപ്പക്കാരോട് എങ്ങനെയാണ് നിങ്ങൾ ലഹരിയുടെ പിടിയിലായത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ഒരു രസത്തിന് ഒരിത്തിരി ഒരിക്കൽ മാത്രം എന്നൊക്കെയുള്ള നിലക്കാണ് ഞങ്ങൾ അതിനെ സമീപിച്ചത്, പക്ഷേ പിന്നീട് തിരിച്ചു പോരാൻ കഴിഞ്ഞില്ല എന്നാ പറയാറ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ലഹരി മാത്രല്ല, സാമ്പത്തിക രംഗത്ത് നോക്കൂ, പലിശയെ എത്ര മോശമായിട്ടാണ് ഇസ്ലാം കണ്ടത്. പല ആളുകളും വ്യാഖ്യാനിച്ചില്ലേ, ഞാനൊരാൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി 1,00,000 ഉറുപ്പിക കൊടുത്തു, ആ കച്ചവടത്തിന്റെ ലാഭം 1,10,000 ഉറുപ്പിക ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ 1,00,000 വാങ്ങുന്നുണ്ടെങ്കിൽ അത് അനുവദനീയമല്ലേ? എന്നാ പിന്നെ 1,00,000 ഒരാൾക്ക് കടം കൊടുത്താൽ എന്തുകൊണ്ട് 100 ഉറുപ്പിക പലിശയായിട്ട് വാങ്ങിക്കൂടാ എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ അതിനെ വിശദീകരിക്കാനും ന്യായീകരിക്കാനും ശ്രമിച്ചപ്പോ ഇസ്ലാം പറഞ്ഞത്, പലിശ ഏറ്റവും വലിയ സാമ്പത്തിക അതിക്രമമാണ്.
നോക്കൂ നിങ്ങൾ, ലോകത്തിന് അനുഭവിക്കുന്ന, ലോകരാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന പട്ടിണികൾക്കും പ്രാരാബ്ദങ്ങൾക്കും കരകയറാനാവാത്ത ദുരന്തങ്ങൾക്കുമുള്ള കാരണം ലോകത്ത് നിലനിൽക്കുന്ന പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ക്രമമാണ് എന്ന് സാമ്പത്തിക രംഗത്ത് നോബൽ സമ്മാനം നേടിയ വലിയ ശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞില്ലേ? എത്ര കർശനമായിട്ടാ ഇസ്ലാം പലിശയെ വിരോധിച്ചത്. ഏത് വിഷയം. ഈ അടുത്ത ദിവസം ഞാൻ ഈ ഒരു എന്താ പറയാ, ഒരു പുരോഗമന രംഗത്ത് എഴുതുന്ന ഒരു എഴുത്തുകാരിയുടെ ലേഖനം വായിച്ചതേ. അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തൊരു വിവാദം ഉണ്ടായില്ലേ, സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ തങ്ങളുടെ പീഡനത്തിന്റെ കഥ വിളിച്ചു പറഞ്ഞ ആ സമയത്ത് ചിലരൊക്കെ പറഞ്ഞത്, എന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി, അവിടെ ആരുമില്ലായിരുന്നു, അവിടെ ദിവസങ്ങളോളം വാതിലടച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പീഡനത്തിന്റെ ഒരുപാട് കഥകൾ പറഞ്ഞു. ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു സ്ത്രീ എഴുതിയ ലേഖനം ഞാൻ വായിച്ചത്. ഹോട്ടൽ മുറിയിലേക്ക് നിങ്ങളെ വിളിച്ചപ്പോൾ, ഈ പരാതിപ്പെട്ട സ്ത്രീകളോടാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്, ഹോട്ടൽ മുറിയിലേക്ക് നിങ്ങളെ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല ആ ഹോട്ടൽ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, താങ്കൾ ഒറ്റക്കാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ, എൻ്റെ ബ്രദറെ, എൻ്റെ കുടുംബക്കാരനെ, എൻ്റെ കസിനെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൂട്ടിയിട്ട് ഞാൻ ഹോട്ടൽ മുറിയിലേക്ക് വരികയുള്ളൂ എന്ന് എന്ത് നിങ്ങൾ പറയാഞ്ഞത്? ഒറ്റക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ഒറ്റക്ക് വരാൻ പറ്റുകയില്ല എന്ന് എന്താ നിങ്ങൾ പറയാതിരുന്നത്? ആ സഹോദരി വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മ വന്നത് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാകുമ്പോൾ ആ പെണ്ണിന്റെ കൂടെ മഹ്റമായ ഒരാൾ ഇല്ലെങ്കിൽ അവിടെ മൂന്നാമനായി പിശാച് കയറി വരാനും വേണ്ടാത്ത ചിന്തകളും പ്രവർത്തനങ്ങളും ഉണ്ടാക്കാനും അത് കാരണമാകുമെന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ആ ഇസ്ലാമികമായ നിയമം വർത്തമാനകാലത്ത് എന്തോരം പ്രസക്തമാണ്. ഇക്കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതു ചർച്ചയിൽ ഒരു സഹോദരി ചോദിക്കുന്നുണ്ട്, അവർ മുസ്ലിം അല്ല, അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ രീതിയാണ്. ആ വസ്ത്രധാരണം ഒരാണിന്റെ മനസ്സിൽ അപകടകരമായ ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലഹരിയൊക്കെ സാർവത്രികമായ കാലത്ത് മനസ്സിനെ പിടിച്ചു നിർത്താൻ ഈ ലഹരി ചെറുപ്പക്കാർ പ്രയാസപ്പെടുന്ന സമയത്ത് ഈ കോലത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ സ്വയം അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് ആ സ്ത്രീ പ്രസംഗിക്കുന്നത് ഒട്ട അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ കേട്ട്. ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് ആ വസ്ത്രധാരണത്തിന്റെ രീതിയെക്കുറിച്ച് സംസാരിച്ചത്. ഇങ്ങനെ ഏത് രംഗത്തും ഇസ്ലാം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മനുഷ്യർക്ക് വേണ്ടാത്തതാണ്, അത് മനുഷ്യർക്ക് അപകടകരമായ കാര്യങ്ങളാണ് എന്നാണ് ഈ ആയത്തിന്റെ ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ എൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഏതൊരു വിഷയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ അത് മനുഷ്യർക്ക് ഏറ്റവും അനിവാര്യമായ സംഗതിയായിരിക്കും. ഏതൊരു കാര്യത്തിൽ ഇസ്ലാം അരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായ കാര്യമായിരിക്കും. ഞാനിത് പറയാൻ കാരണം, മുസ്ലിമാണ് എന്നും ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ചില സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ കൽപ്പനകളെ സ്വാതന്ത്ര്യപൂർവം അല്ലെങ്കിൽ സൗകര്യപൂർവം അതിനെ അട്ടിമറിക്കുന്നു. ഇസ്ലാം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ പതുക്കെ മാറ്റിവെക്കുകയോ ഇസ്ലാം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ അവർ സൗകര്യപൂർവം ന്യായീകരണങ്ങളിലൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നു. അതുണ്ടാക്കുന്ന അപകടങ്ങൾ ഈ ദുന്യാവിലും അതിന്റെ തീവ്രമായ അപകടം നാളെ പരലോകത്തും തീർച്ചയായിട്ടും അവർ ഏൽക്കേണ്ടി വരുമെന്നത് ഖുർആനിന്റെ കൃത്യമായ ഒരു പാഠമാണ്. അപ്പൊ ഒന്നാമത്തെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചു. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിലെ മനുഷ്യർക്ക് നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത സംവിധാനമാണ് മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നത്. കുടുംബ സംവിധാനത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്ന കൽപ്പനകളോളം അത്രമാത്രം കഠിനമായ, അത്രമാത്രം ഗൗരവമുള്ള ഒരു സാമൂഹിക കൽപ്പന തന്നെ ഒരുപക്ഷെ നമുക്ക് മറ്റെവിടെയും കണ്ടെത്താനാവുകയില്ല. മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കാൻ പാടില്ലെന്നും അവൻ കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ വലയത്തിന്റെ ഉള്ളിലാണ് അവൻ ജീവിക്കേണ്ടത് എന്നും വളരെ കൃത്യമായിട്ടല്ലേ മതം പഠിപ്പിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ
പടർന്നു പിടിച്ച ഒരു ചിന്താരീതിയുണ്ട്. അതേ ചിന്താരീതിയാണ് ഒരു 19 കൊല്ലത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇന്ന് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നടപ്പാക്കപ്പെടുന്ന ഒരു നിയമമാവട്ടെ, ഒരു സാംസ്കാരികമാവട്ടെ, അരനൂറ്റാണ്ട് കൊണ്ട് അത് കേരളക്കരയിൽ, പ്രത്യേകിച്ച് കേരളക്കരയിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമെന്നാണ് സാധാരണ പറയാറ്. യൂറോപ്പിലുണ്ട് എന്ന് 50 കൊല്ലം മുമ്പ് നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട്, നമ്മുടെ ഉമ്മറപ്പടിയിലുണ്ട്, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുണ്ട്. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരു അരനൂറ്റാണ്ട് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായ ഒരു ആശയത്തിന്റെ പ്രചാരണം ഉണ്ടായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായ ജീവിയാണ്. ഓരോ മനുഷ്യനും സ്വതന്ത്രനാണ്. അവന്റെ ശരീരം അവൻ ആസ്വദിക്കാനുള്ളതാണ്, അവന് സുഖിക്കാനുള്ളതാണ്, അവന്റെ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. മറ്റുള്ളവരോടുള്ള കടപ്പാടിന്റെ പേരിൽ സ്വന്തം ജീവിതത്തിന്റെ ത്യജിക്കരുത്, സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കരുത് എന്ന ഒരാശയം യൂറോപ്യൻ രാജ്യങ്ങളിൽ 1/4 നൂറ്റാണ്ട് മുമ്പ് വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു സംഗതിയാണ്. അതിന്റെ ദുരന്തം ഇന്ന് ആ രാജ്യങ്ങൾ കൃത്യമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത് നേരിൽ കണ്ടിട്ടും അതേ അപകടകരമായ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ വേരുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. അതായത് മനുഷ്യൻ, ഞാൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിറവേറ്റുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് ഉമ്മാനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ, ബാപ്പാനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ, മക്കളോടുള്ള കടപ്പാടിൻ്റെ പേരിൽ, കുടുംബത്തോട് സമൂഹത്തോടുള്ള കടപ്പാടിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളെയും സുഖങ്ങളെയും ഞാൻ ത്യജിക്കേണ്ടതില്ല. എനിക്കെൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ആ ജീവിതമാണ് യൂറോപ്പ് കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം ഏറെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില ഗവൺമെന്റുകൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളെ കുറിച്ച് ഒരു ലേഖനം ഞാൻ വായിച്ചു. സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിലെ പട്ടാളത്തിലേക്ക് ആളുകളെ കിട്ടാത്തതിന്റെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാ പറഞ്ഞേ. എന്താ, അവിടെ പട്ടാളത്തേക്ക് ആളെ കിട്ടാതിരിക്കാൻ അവിടെ പ്രസവങ്ങൾ ഉണ്ടാവുന്നില്ലേ, അവിടെ കുട്ടികൾ ഉണ്ടാവുന്നില്ലേ, അവിടെ ചെറുപ്പക്കാരുണ്ടാവുന്നില്ലേ? എന്ത് അവരെ പട്ടാളത്തിലേക്ക് ആളെ കിട്ടാത്ത അവസ്ഥ? സമ്പത്തും സാങ്കേതിക ജ്ഞാനവും എമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് എന്തുകൊണ്ടായി ദുരന്തം ഉണ്ടായ ജനങ്ങൾ? വേറെ ഒന്നും കൊണ്ടല്ല, പട്ടാളത്തിൽ പ്രവർത്തിക്കത്തക്ക വിധം ധാർമ്മിക പരിരക്ഷയിൽ വളർന്നു വരുന്ന കുട്ടികളുടെ അഭാവം ആ രാജ്യത്തെമ്പാടുമുണ്ട്. അവിടെ കുട്ടികളുണ്ട്. ആ കുട്ടി അവന്റെ ബാപ്പയാരാണെന്ന് കൃത്യമായ വിവരമില്ലാത്ത, ഉമ്മയാരാണെന്ന് കൃത്യമായ വിവരമില്ലാത്ത, ഒരു കുടുംബത്തിന്റെ ചട്ടക്കൂടിന്റെ ചൂടും സുരക്ഷിതത്വവും അത് സ്വീകരിച്ചുകൊണ്ട് വളരാൻ സാധിച്ചിട്ടില്ലാത്ത, തെരുവോരങ്ങളിൽ മയക്കുമരുന്നിന്റെയും വേണ്ടാത്തരത്തിന്റെയും മധ്യത്തിൽ വളർന്ന ഒരു തലമുറയാണ് അവരവിടെ കാണുന്നത്. ആ തലമുറയെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ കാവലിന് വേണ്ടി അവരെ സൈന്യത്തിലേക്ക് എടുക്കാൻ ആ രാജ്യത്തിന് പറ്റുന്നില്ല. നിങ്ങൾ മനുഷ്യന്റെ സുഖവും മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭൂതികളും തേടി അവന്റെ വഴിക്ക് പോയപ്പോൾ ആ മനുഷ്യൻ നേരിടുന്ന ഒരു ദുരന്തം നോക്കൂ നിങ്ങൾ. തീർന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഫലസ്തീനിലേക്ക് ഇസ്രായേൽ, ജോർദാൻ, തുർക്കി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിനോദയാത്രകൾ, അതിനെ എന്താ പറയുക, ഹോളി ലാൻഡ് യാത്രകൾ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോകാറുണ്ടായിരുന്നു. ഇടക്കാലത്ത് ആ യാത്രകൾ നിലച്ചു പോയിട്ടുണ്ട്. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അതിനൊരു കാരണം, അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം ഈ യാത്ര സംഘടിപ്പിക്കുന്ന ചില ഏജൻസികൾ, അതിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, ഈ യാത്ര പോകുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഒരു പുണ്യസ്ഥലമാണല്ലോ മുസ്ലിങ്ങൾക്ക്. 3 പള്ളികളിലേക്കല്ലാതെ ഒരു മുസ്ലിം പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യരുതെന്ന, ഈ പള്ളിയിൽ നിസ്കരിച്ചാലും മക്കത്തെ മസ്ജിദുൽ ഹറം അല്ലാത്ത ആ മക്കയുടെ പരിസരത്തുള്ള വേറെ ഏത് പള്ളി നിസ്കരിച്ചാലും, റിയാദിലെ പള്ളി നിസ്കരിച്ചാലും, ഷാർജയിലെ പള്ളി നിസ്കരിച്ചാലും, ദുബായിലെ പള്ളി നിസ്കരിച്ചാലും, ഡൽഹി ജുമാ മസ്ജിദ് നിസ്കരിച്ചാലും, അമേരിക്കയിൽ നിസ്കരിച്ചാലും ഒരൊറ്റ കൂലിയ. ആകെ
കൂലിയിൽ വ്യത്യാസമുള്ളത് 3 പള്ളികളാണ്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറം, രണ്ടാമത്തേത് മദീനയിലെ മസ്ജിദുൻ നബവിയാണ്, മൂന്നാമത്തേത് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയാണ്. നാലാമത്തെ ഒരു പള്ളി പറയാനുണ്ടെങ്കിൽ അത് മദീനയിലെ ഖുബാ പള്ളിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആരെങ്കിലും താമസ സ്ഥലത്ത് നിന്ന് ഒളു എടുത്ത് ഖുബാ പള്ളിയിലെത്തി അവൻ നിസ്കരിച്ചാൽ അവനൊരു ഉംറ ചെയ്ത കൂലിയുണ്ട് എന്ന പ്രവാചകന്റെ വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളികൾ, ആ മസ്ജിദുൽ അഖ്സയിൽ പോയി നിസ്കരിക്കുക, അവിടെ ഒരു ജുമായിൽ പങ്കെടുക്കുക എന്നൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആഗ്രഹമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ എപ്പോഴും ആ പള്ളിയിൽ ഒരു നിസ്കാരം ഉണ്ടാവും, ഒരു വെള്ളിയാഴ്ച. അങ്ങനെയാണ് ആ ടൂറ് അതിൻ്റെ ദിവസങ്ങൾ ചാർട്ട് ചെയ്യാറുള്ളത്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ഒരു ടൂർ ഓപ്പറേറ്റർ പറഞ്ഞത് 50 ആളെയും കൊണ്ട് ആ പള്ളിയിലെത്തിയാൽ പള്ളിയിലേക്ക് പ്രവേശിക്കും മുമ്പ് നിർദ്ദേശം കൊടുക്കും, ജുമുഅ കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന സ്ഥലത്ത് എത്തണമെന്നാ പറയാം. പക്ഷേ 50 ആളെയും കൊണ്ടുപോയാൽ ഒരു 30 ആളെ അവിടെ എത്തുള്ളൂ, ബാക്കി 20 ആളെ കാണൂല. ആ 20 ആൾ എന്തായത്, അവർ പള്ളിയിൽ ചാടി. പണ്ടൊക്കെ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഉംറ വിസക്ക് പോണ ആൾക്കാർ ഉംറ ചെയ്തിട്ട് ചാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ പണ്ട്. എന്നിട്ട് അവരെവിടെയെങ്കിലൊക്കെ ജോലിക്ക് പോകും. അതേപോലെ ഇസ്രയേലിൽ ഈ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ആളുകളെ അവരെ കാത്ത് അവിടെ ഏജന്റുമാരുണ്ട്. ആ ആളുകളെ അവർ കൊണ്ടുപോയിട്ട് ഇസ്രയേലിലെ ജൂതന്മാരുടെ വീടുകളിലേക്കാ ഇവരെ കൊണ്ടുപോണേ. എന്തിനറിയോ? അവിടെ പ്രായമായ ആളുകളുണ്ട്, അവരെ സംരക്ഷിക്കാൻ ആളില്ല. അവർക്ക് മക്കളൊക്കെ ഉണ്ട്, പക്ഷെ മക്കൾ കുടുംബത്തിലില്ല. അതുകൊണ്ട് ഈ വൃദ്ധന്മാരായ ആളുകൾ ആ വീടുകളിൽ നരകിച്ച് കഴിയാണ്. അവർക്ക് സാമ്പത്തികമായ പര്യാപ്തതയുണ്ട്, സാമ്പത്തികമായ കഴിവുണ്ട്, പക്ഷേ അവർ ശാരീരികമായി തളർന്നു പോയിട്ടുണ്ട്. ആ വീടുകളിൽ കിടക്കുന്ന ഈ തളർന്ന മനുഷ്യന്മാരെ പരിചരിച്ച് ശമ്പളം വാങ്ങാനാണ് ഈ പോകുന്ന ആളുകൾ പള്ളിയിൽ നിന്ന് മുങ്ങുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പറഞ്ഞത്. അഥവാ അവരെ നോക്കാൻ വീടുകളിൽ ആളില്ല. ഇതേ പ്രശ്നം പാശ്ചാത്യ രാജ്യങ്ങളിൽ എമ്പാടും അനുഭവിക്കുന്നുണ്ട്. ഒരു 60, 70, 80 വയസ്സാകുമ്പോൾ ശരീരം ക്ഷീണിച്ചു വരുമ്പോൾ അവരെ നോക്കാൻ ആളില്ലാതെ തെരുവോരങ്ങളിൽ അവരങ്ങനെ അലഞ്ഞു നടക്കുന്ന സങ്കടകരമായ കാഴ്ചയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിർദ്ദേശമുണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. വരും കാലത്ത് ലോകത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭീകരത അത് വാർദ്ധക്യമായിരിക്കുന്ന പറഞ്ഞേ. ലോകത്തിലെ മനുഷ്യർ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി വാർദ്ധക്യക്കാരൻ. വാർദ്ധക്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ഈ ലോകത്ത് മനുഷ്യന്മാരുള്ള കാലത്തെ വാർദ്ധക്യല്ലേ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വമൻ നുഅമ്മിറുഹു നുനക്കിസു ഫിൽ ഖൽഖിന. ഒരാൾക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവന്റെ ജീവിത ചക്രത്തെ തിരിച്ച് തുടങ്ങിയോടത്ത് അള്ള കൊണ്ടുവന്നെത്തിക്കുന്ന. എന്താണ് അങ്ങനെ പറഞ്ഞത്? ജനിച്ചു വീണപ്പോ മലർന്നു കടന്ന് കരയാൻ മാത്രം കഴിഞ്ഞിരുന്ന ഒരവസ്ഥയിലാണ് ജനിച്ചു വീണതെങ്കിൽ ഒരു മനുഷ്യന് പ്രായം കൂടുന്തോറും അതേ അവസ്ഥയിലേക്ക്, ഒരുപക്ഷെ ഒരു കുട്ടിയുടെ കഴിവ് പോലും ഇല്ലാത്ത അതിനേക്കാൾ തളർന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്ന അവസ്ഥ. ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി 6 മാസം പ്രായമുള്ള കുട്ടി വിരിപ്പിൽ മൂത്രമൊഴിച്ചാല് ആ കുട്ടി ഉറക്ക കരയും. അടുക്കളയിൽ നിന്ന് ഉമ്മ കേൾക്കും, ഒരു ഉമ്മ വിളിച്ചു പറയും, ആ കുട്ടിന്റെ വിരിപ്പൊന്ന് മാറ്റിക്കൊടുത്ത് അത് മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഉമ്മക്ക് എങ്ങനെ മനസ്സിലായി തരോ? കുട്ടി ഉറക്ക കരഞ്ഞു. എന്നാൽ നമ്മളൊക്കെ വീടിന്റെ മൂലയിൽ രോഗം ബാധിച്ച് ചുരുണ്ട് കിടക്കുന്ന 90, 95 വയസ്സുള്ള ആളുകൾക്ക് മൂത്രമൊഴിച്ചാൽ ഒന്ന് ഉറക്ക കരയാ പോലും വയ്യ. അവരാ മൂത്രത്തിൽ കിടക്കുക. എപ്പോഴെങ്കിലും കയറി വരുന്ന ഒരാള് മൂത്രത്തിന്റെ മണം കിട്ടുമ്പോൾ എവിടുന്നപ്പേ മൂത്രം മണക്കണം നോക്കിയപ്പോ ബാപ്പാങ്ങൾ മൂത്രമൊഴിച്ചിട്ടില്ലേ എന്നൊക്കെ കുറെ ചീത്തൊക്കെ പറഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞേക്കാരം ബാപ്പാന്റെ വിരിപ്പൊന്ന് മാറ്റണേ. അതായത് 6 മാസം പ്രായമുള്ള കുട്ടിക്ക് താൻ മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന് കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയുമെങ്കിൽ 90 കഴിഞ്ഞ ഒരു മനുഷ്യന് കരയാൻ പോലും കഴിവുണ്ടാവൂല എന്നാണ് ചരിത്രങ്ങളും സംഭവങ്ങളും ചുറ്റുപാടുകളും നമ്മളെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദു ഇലാ അർദലിൽ ഉംരി. അല്ലാഹുവേ, പ്രായത്തിന്റെ അങ്ങേ തലക്കലേക്ക് ഒന്നിനും പറ്റാത്ത, കണ്ണു കാണാത്ത, കാത് കേൾക്കാത്ത, എല്ലാം മറന്നു പോകുന്ന, ശരീരം ചലിപ്പിക്കാൻ കഴിയാത്ത, ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും മറ്റൊരുത്തന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന
കിടക്കേണ്ടി വരുന്ന വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് എൻ്റെ ജീവിതത്തെ നീ അയക്കരുതേ റബ്ബേ എന്ന് അള്ളാന്റെ ഹബീബ് അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന് അങ്ങനെ ഒരുപാട് കിടക്കേണ്ടി വന്നിട്ടില്ല, ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. 13 ദിവസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള രോഗം കൊണ്ട് പ്രവാചകൻ പ്രയാസപ്പെട്ടത്. ആ പ്രവാചകൻ പ്രയാസങ്ങളില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായത്. നമ്മളും പ്രാർത്ഥിക്കണം, പടച്ചോനെ ഈ വാർദ്ധക്യത്തിന്റെ വലിയ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായം ചെന്ന ആളുകളുണ്ട്. പക്ഷേ ആ പ്രായത്തിന്റെ പ്രയാസം അവരറിയാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, മരുമക്കളുണ്ട്, അവർക്ക് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾക്കുള്ളിൽ അവർ സുരക്ഷിതരാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ സുഖത്തിന് കുടുംബജീവിതം തടസ്സമാണെന്ന് പറഞ്ഞ് ആ കുടുംബത്തെ വലിച്ചെറിഞ്ഞ് സ്വതന്ത്ര ജീവിതത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിയവർ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാവാത്ത വേദനകളാണ്. ആ വേദനകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ 50 കൊല്ലം മുമ്പ് അവർ അനുഭവിച്ച് അവസാനം അവർ വലിച്ചെറിഞ്ഞ ആ ദുരന്ത ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വരിക. നമ്മുടെ മക്കള് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഞാൻ സ്വന്തമായി ജീവിച്ചോളാം, ഞാൻ എൻ്റെ സൗകര്യപ്രകാരം ജീവിച്ചോളാം, നിങ്ങൾ എന്നെ സഹായിക്കേണ്ട, ഞങ്ങളെ കൂടെ ഉണ്ടാവൂല എന്നൊക്കെ തീർത്തു പറയുന്ന മക്കളായി വർത്തമാനകാലത്തെ ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തൗഹീദാണ് നമ്മുടെ വിഷയം. ഈ തൗഹീദിന്റെ ഒരു പ്രത്യേകതയുണ്ട്. തൗഹീദ് എന്നത് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒതുങ്ങുന്ന ഒരു തൗഹീദല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രംഗത്തും അല്ലാഹു തആല ഏകനാണ്. ആ അല്ലാഹുവിന്റെ ഒരു കൽപ്പന, അല്ലാഹുവിന്റെ ഒരു ഉപദേശം, അതിന്റെ മേലെ നിൽക്കുന്ന ഒരാശയവും ഒരു ദർശനവും ഒരു സംവിധാനവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നതുകൂടി നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാവണം. ആ അല്ലാഹുവാണ് പറഞ്ഞത്, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കണം. അത് ചേർത്തു പിടിക്കുന്നതിൽ ആരെങ്കിലും വൈമനസ്യം കാണിച്ചാൽ അവന്റെ കാര്യത്തിൽ ഒരു ദയയും അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവൻ സ്വർഗ്ഗത്തിൽ പോവുകയില്ല. വർത്തമാനകാലത്ത്, ആധുനിക കാലത്ത് കുടുംബ ബന്ധത്തിനെ ചേർത്ത് പിടിക്കുന്നതിൽ വളരെ 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 വലിയ അപകടങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. സൗഹൃദങ്ങളും കൂട്ടുകെട്ടുകളുമൊക്കെ നമുക്ക് കുടുംബത്തെക്കാൾ വലുതാവുകയും കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടതിനപ്പുറം സൗഹൃദങ്ങളിലേക്കും മറ്റു കൂട്ടുകെട്ടുകളിലേക്കും നമ്മുടെ ബന്ധങ്ങൾ പോവുകയും നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നതിനേക്കാളേറെ മറ്റുള്ളവർക്ക് മുമ്പിൽ ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ ഏത് രൂപത്തിലാണ് നമ്മൾ ലംഘിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ. റഹ്മ് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം. അള്ളാഹു നിശ്ചയിച്ചു തന്നൊരു ബന്ധമാണ്. രക്തബന്ധത്തിലൂടെ, വിവാഹ ബന്ധത്തിലൂടെ അള്ളാഹു നമ്മളോട് ചേർത്ത് വെച്ച ഒരു ബന്ധം. അത് നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധമല്ല, നമ്മൾ തെരഞ്ഞെടുത്ത ബന്ധമല്ല. ഞാൻ ഈ ലോകത്തിലേക്ക് വരും മുമ്പ് എന്നെ സ്വീകരിക്കാൻ എൻ്റെ കുടുംബം റെഡിയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ നോക്കൂ, അവൾ പ്രസവിക്കും മുമ്പേ അവൾക്ക് വേണ്ടി ആരൊക്കെ ഒരുങ്ങും? അവൾക്ക് വേണ്ടി മാതാപിതാക്കൾ നേരത്തെ ഒരുങ്ങും. മകളുടെ പ്രസവം ഏതു മാസത്തിലാണ്, എവിടെയാണ്, എങ്ങനെയാവണം, എന്തൊക്കെയാവണം? ഭർത്താവ് ഒരുങ്ങും, ഭർത്താവിൻ്റെ വീട്ടുകാരൊരുങ്ങും. അവൾക്ക് വേണ്ടി ജോലിയെടുക്കുവാൻ ഒരാളെ കണ്ടെത്തണം. ആ പ്രസവത്തിന്റെ സമയത്ത് യാത്രകൾ ഉണ്ടാവരുത്, അന്ന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഒരുപക്ഷെ ജോലിക്ക് നേരത്തെ ലീവ് കൊടുക്കേണ്ടി വരും അല്ലേ? ഒരു കുട്ടി ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് വേണ്ടി എത്രയെത്ര ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഞാനിപ്പോൾ പോരുമ്പോൾ എൻ്റെ പ്രദേശത്തെ ഒരു ആശുപത്രിയുടെ ഒരു പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞത്, ഇത് ഈ പ്രസവ വാർഡിനു വേണ്ടി മാത്രമുള്ള കെട്ടിടമാണ്. അഥവാ പ്രസവത്തിന്റെ സമയത്ത് വിശാലമായ ഇടങ്ങളിൽ നമ്മുടെ കുട്ടികൾ വളരണം. ഇപ്പൊ ബെഡിലും നിലത്തും ഇടയിലൊക്കെ കിടക്കുക, അത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഇനി പിറക്കുന്ന കുട്ടികൾ നല്ല ആരോഗ്യത്തോടെ വളരാൻ വിശാലമായ ആശുപത്രി നോക്കൂ നിങ്ങൾ. ആ പിറക്കുന്ന കുട്ടി ഒരുപക്ഷെ ആ ബ്ലോക്കിൽ പിറക്കാനിരിക്കുന്ന കുട്ടി മാതാവിന്റെ ഗർഭാശയത്തിൽ പോലും ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ആ കുട്ടിക്ക് വേണ്ടിയും ഇവിടെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
നമ്മുടെ മക്കളൊക്കെ പറയണേ, ഞാനെന്തിനാ അമ്മാനെ നോക്കണേ, ഞാനെന്തിനാ ബാപ്പാനെ നോക്കണേ, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. പൊന്നാര മക്കളെ, പൊന്നാര സഹോദരന്മാരെ, നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ ഒറ്റക്കായി വന്നവരല്ല. ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളും ഒരുപാട് ആളുകളുടെ അധ്വാനങ്ങളും ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും ഒരുപാട് ആളുകളുടെ ആശകളും ഒരുപാട് ആളുകളുടെ തയ്യാറെടുപ്പുകളുമായിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നത് മറക്കരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യം, എൻ്റെ സ്വന്തം ഇഷ്ടമെന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ ആശയത്തെ ഇസ്ലാം നിരാകരിക്കും. ഇസ്ലാം നിരാകരിക്കുന്നു. ഓരോ മനുഷ്യനും ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട്. കുടുംബങ്ങളോടുണ്ട്, അയൽവാസിയോടുണ്ട്, മനുഷ്യരോടുണ്ട്, നാട്ടുകാരോടുണ്ട്, ആദർശ ബന്ധുക്കളോടുണ്ട്, ജീവികളോടുണ്ട്, പ്രകൃതിയോടുണ്ട്. എല്ലാത്തിനോടും മനുഷ്യർക്ക് കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം നമ്മളോട് കൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഗുണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി മാത്രമാണ് എന്ന ഒന്നാമത്തെ ഭാഗത്തിനെ ഇതുമായിട്ട് ചേർത്ത് വെക്കുക. അല്ലാഹു കുടുംബമായി ജീവിക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥമായ ഭൗതികമായ ഒരു താല്പര്യത്തിന്റെ പേരിലും ആ കുടുംബത്തെ മുറിച്ചു കളയാനോ ആ കുടുംബത്തിൽ നിന്ന് പുറത്തു കടക്കാനോ ആ കുടുംബത്തെ വേണ്ടെന്ന് വെക്കാനോ ആ ബന്ധങ്ങളെ ഇല്ലാതാക്കാനോ നമുക്ക് അധികാരമില്ല. ചിലപ്പോൾ നമ്മൾ പറയും, അതിൻ്റെ സ്വാതന്ത്ര്യമല്ലേ, എൻ്റെ സൗകര്യമല്ലേ, ഓരോട് മിണ്ടണോ മിണ്ടെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അല്ല, ഞാനല്ല തീരുമാനിക്കേണ്ടത്, അതെൻ്റെ റബ്ബ് തീരുമാനിച്ച് എന്നെ അറിയിച്ച കാര്യമാണ്. ആ ബന്ധത്തെ മുറുകെ പിടിക്കേണ്ടത് എൻ്റെ മേൽ എൻ്റെ റബ്ബ് ബാധ്യതയാക്കിയ കാര്യം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു പറയും, ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവന്റെ അമലുകൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട, അതെനിക്ക് വേണ്ട, അത് ഞാൻ സ്വീകരിക്കുകയില്ല. കാരണം ഞാൻ അവനോട് പറഞ്ഞ കാര്യം അവൻ ലംഘിച്ചെങ്കിൽ പിന്നെ അവന്റെ കാര്യത്തിൽ ഞാൻ എന്തിനു സ്വീകരിക്കണം? അള്ളാഹു ആ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. മരിക്കുന്നതിന് മുമ്പ് അവർക്ക് കുറ്റബോധമുണ്ടാവുകയും അവർ തൗബ ചെയ്യുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ അമലുകൾ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. എനിക്ക് സ്വർഗത്ത് പോകാൻ ഞാൻ നിസ്കരിച്ചാൽ പോരെ, ഞാൻ നോമ്പ് നോറ്റാൽ പോരെ, അതിനെന്താ കുടുംബക്കാരെയൊക്കെ പിടിക്കണത്? എൻ്റെ റേഷൻ കാർഡ് എൻ്റെ പേരിലല്ലേ, ഓല പേരിലല്ലല്ലോ എന്നൊക്കെ ചില ആൾക്കാർ വലിപ്പം പറയാറുണ്ട്. അറിവുകേട് കൊണ്ട് പറയുന്ന കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരുമായിട്ട് ബന്ധം ചേർക്കൽ എനിക്ക് നിർബന്ധം. ഇന്നോടെങ്ങനെ പെരുമാറുന്നു അത് അവിടെ ഒരു പ്രശ്നമല്ല. അവരെന്നോടെങ്ങനെ പെരുമാറുന്നു എന്നത് എൻ്റെ ബന്ധത്തിന് ഒരു തടസ്സവുമായി കൂടാ. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞത്, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, അവർ എന്നെ ഉൾക്കൊള്ളുകയേ ഇല്ല, അവർ ഞാനുമായുള്ള ബന്ധം അവർക്ക് ഇഷ്ടമേ അല്ല, അവർ ആ ബന്ധം ചേർക്കുന്നേ ഇല്ല, പക്ഷേ ഞാൻ അവരുമായി ശരിക്ക് ബന്ധം ചേർക്കാറുണ്ട്. അവർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ബന്ധം കൃത്യമായി ചെയ്യാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളോടെങ്ങനെ പെരുമാറുന്നു, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കാതെ പോകാറുണ്ടോ, നമ്മൾ സലാം പറഞ്ഞാൽ മടക്കാതെ പോകാറുണ്ടോ, നമ്മളെ അവർ വിളിക്കാതിരിക്കാറുണ്ടോ, നമ്മുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാറുണ്ടോ, രോഗിയായാൽ സന്ദർശിക്കാതിരിക്കാറുണ്ടോ, മരണപ്പെട്ടാൽ പോലും വരാതിരിക്കാറുണ്ടോ, ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞാൽ മനുഷ്യർ, നമ്മളെ സംബന്ധിച്ച് അള്ളാഹു നിശ്ചയിച്ചു തന്നു ആ ബന്ധം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരിൽ പല കുടുംബക്കാരും മറുഭാഗത്തായിരുന്നു. അവർ ഇസ്ലാമിനോട് താല്പര്യമില്ലായിരുന്നു, പലരും ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു. എന്നിട്ട് പോലും അവരോടുള്ള പ്രവാചകന്റെ ബന്ധങ്ങൾ എത്ര മനോഹരമായിരുന്നു. നോക്ക് നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ചൊല്ലാൻ എത്രയൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടും മനസ്സിലായിട്ടും അത് ചൊല്ലാത്ത വ്യക്തിയായിരുന്നില്ലേ അബൂ താലിബ്. അബൂ താലിബിന്റെ മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന്റെ കൂടെയായിരുന്നില്ലേ? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അദ്ദേഹത്തോട് സംസാരിച്ചില്ലേ? നമ്മളൊക്കെ പറയലുണ്ട്, ഞാൻ ഇപ്പൊ ബാപ്പാന്റെ അടുത്തേക്ക് പോയിട്ട് കുറേ കാലായി, എന്താണ് ബാപ്പി ഇമ്മി ഇപ്പോഴും ആ പഴയ ഖുറാഫാത്തിലാ, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകലല്ല. ബാപ്പി ഇമ്മി ഖുറാഫാത്തിലാണെങ്കിൽ ഓലടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് ഏത് ദീനാ പഠിപ്പിച്ചത്? ഇസ്ലാം മതം പഠിപ്പിച്ചത്. അവർ ഖുറാഫാത്തിലോ അവർ ശിർക്കിലോ ഒരു മതമില്ലാത്തോലോ ഒരു വിശ്വാസമില്ലാത്ത
ഇല്ലാത്തോലോ ആരായിക്കൊള്ളട്ടെ, അവർ നിന്റെ മാതാപിതാക്കളാണെങ്കിൽ അവരോടുള്ള കടമകൾ നീ നിർവഹിച്ചിരിക്കണം എന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കുടുംബമായി ജീവിക്കണമെന്ന് കൽപ്പിക്കുകയും ആ കുടുംബ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയും അതിൻ്റെ നന്മകൾ പഠിപ്പിക്കുകയും ആ കുടുംബ ബന്ധത്തെ തകർക്കരുതെന്നും അത് തകർത്താലുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി ഏതെങ്കിലും ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച നിയമത്തെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അള്ളാഹുവിൻ്റെ അടുക്കലും നമ്മുടെ സ്വന്തം ജീവിതത്തിലും അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തേത്, വർത്തമാനകാലത്ത് നമ്മുടെ വിഷയതാണ്. വർത്തമാനകാലത്ത് കുടുംബ ബന്ധത്തെ ചേർത്ത് പിടിച്ചു പോവുക എന്നിടത്ത് ഒരുപാട് പുതിയ പ്രശ്നങ്ങളുണ്ട്. ലോകം ചുരുങ്ങി ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു ഗ്രാമമായി മാറുകയും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടാൻ അവസരം കിട്ടുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരും പതുക്കെ ഇല്ലാതാവുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ യാത്ര പോവാറുണ്ട്. പലപ്പോഴും പോവാറ് സുഹൃത്തുക്കളുടെ വീട്ടിലേക്കാണ്. കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സുഹൃത്തായ അത്തരം ആളുകളുടെ വീടുകളിലേക്ക് വിരുന്ന് പോകുന്നു, സൽക്കാരങ്ങൾ നടത്തുന്നു, ടൂറ് പോകുന്നു. പക്ഷേ തൊട്ടടുത്തുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്കൊരു യാത്ര പോയിട്ട് ഒരുപക്ഷെ ദിവസങ്ങളായിട്ടുണ്ടാവും. നമ്മുടെ മക്കളെയും കൊണ്ട് ഇതുവരെ നമ്മൾ കടന്നു പോകാത്ത കുടുംബങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാവും. നിങ്ങൾക്കറിയോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പ്രവാചകൻ പറഞ്ഞ ഉത്തരങ്ങളിൽ ഒന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, അവരുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. മൂന്നാമതായി പറഞ്ഞത്, അവരിൽ കൂടി നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളെ നീ ചേർത്ത് കൊണ്ടുപോകണം. എൻ്റെ ബാപ്പ ഏതൊക്കെ കുടുംബങ്ങളുമായി ബന്ധമുണ്ടായിരുന്നോ ആ ബന്ധങ്ങൾ എൻ്റെ ബാപ്പാക്ക് ശേഷം കൊണ്ടു നടക്കൽ എൻ്റെ ബാധ്യതയാണെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ബാപ്പുള്ള കാലത്ത് പോക്കും വരവൊക്കെ ഉണ്ടായിനി, ബാപ്പ മരിച്ച ശേഷം ബാപ്പാൻ്റെ മയ്യത്തെടുക്കാൻ വേണ്ടി ഓല് വന്നീനി, പിന്നെ അങ്ങോട്ട് പോവുകയോ വരികയൊന്നും ചെയ്തിട്ടില്ല എന്ന് അലസമായി പറയുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട്. ഏറ്റവും വലിയ ആശ്ചര്യജനകമായ സംഗതി, നമ്മുടെ മക്കൾക്കൊന്നും ആ കുടുംബത്തെ പറ്റി ഒന്നും അറിയില്ല. പലപ്പോഴും നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന നമ്മുടെ എളാപ്പ മൂത്താപ്പ രക്തബന്ധമുള്ള ആളുകൾ പോലും മുറ്റത്ത് വന്ന് മണിയടിക്കുമ്പോൾ ബെല്ലടിക്കുമ്പോൾ ഉമ്മ വീട്ടിൽ നിന്ന് പറയും, മോനെ ആരോ മുറ്റത്ത് വന്നിട്ട് പോയോക്കാണി. ഓടി വന്ന് വാതിൽ തുറന്നിട്ട് 10 15 വയസ്സുള്ള കുട്ടി പറയും, ഉമ്മ മുറ്റത്തൊരു കാക്ക വന്ന് നിൽക്കുന്നുണ്ട്, ഒരു കാക്ക വന്ന് നിൽക്കുന്നുണ്ട്. ഏതാപ്പ ഈ കാക്ക എന്നറിയാൻ വേണ്ടി ഉമ്മ അടുക്കളയിൽ നിന്ന് തട്ടൊക്കെ ശരിയാക്കി വരുമ്പോഴാ മുറ്റത്ത് വന്നിരിക്കുന്ന കാക്ക എളാപ്പയാണ്, മൂത്താപ്പയാണ്, അമ്മോനാണ്, അല്ലെങ്കിൽ എളാപ്പാൻ്റെ മകനാണ്. എളാപ്പാൻ്റെ മോൻ വന്നിട്ട് അത് കാക്ക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിയില്ല ധാരാന്ന്. കുട്ടിനെ പേടിപ്പിക്കേണ്ട, ഓൻ അറിയില്ല. ഓന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കായിരുന്നു, അവരത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വിഷയത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ തിരിച്ചറിയണം. വർത്തമാനകാലത്തിൻ്റെ ജീവിത വ്യവഹാരങ്ങളുടെ വേഗതയിലും അതിൻ്റെ വർധനവിലും അടിയിൽപ്പെട്ടുപോയി കാണാതെ പോയ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചെകഞ്ഞെടുക്കണം. എവിടെയൊക്കെയാണ് നമുക്ക് ബന്ധങ്ങളുള്ളത്? ബാപ്പയിൽ കൂടിയുള്ള ബന്ധങ്ങൾ, ഉമ്മയിൽ കൂടിയുള്ള ബന്ധങ്ങൾ, വിവാഹത്തിലൂടെയുള്ള ബന്ധങ്ങൾ. ആ ബന്ധത്തിൻ്റെ കണ്ണികൾ എവിടെയൊക്കെയുണ്ട്? ആ ബന്ധങ്ങൾ തേടിയുള്ള യാത്രയുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ ചകഞ്ഞെടുക്കുക. എവിടെയൊക്കെയാണ് നമുക്ക് ബന്ധങ്ങളുള്ളത്? ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പറ്റേ വിട്ടുപോയ ഓർമ്മയില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാവാം. 4 5 ആളുകൾ, ജ്യേഷ്ഠാനുജന്മാരോ എളാപ്പ മൂത്താപ്പമാരോ ഒക്കെ കൂടിയിരുന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഈ വിഷയത്തിൽ ചർച്ചകൾ വേണം. നിങ്ങൾക്കറിയോ, നമുക്ക് നമ്മുടെ ബാപ്പാൻ്റെ ബാപ്പ അവരെവിടെ പാർത്തിയിരുന്നത്? അവരിൻ്റെ ഭാഗത്തായിരുന്നു. അവിടെ നമുക്ക് കുടുംബക്കാരെങ്കിലും ഉണ്ടോ? നമ്മളാരും പോകാറും വരാറില്ലല്ലോ. അല്ല, പോകണം, അന്വേഷിക്കണം. ആ കുടുംബത്തിൻ്റെ വേരുകളെ ചെകഞ്ഞെടുക്കണം. ആ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ അർഹരായ ആളുകൾ പാവപ്പെട്ടവരായി കഷ്ടപ്പെട്ടവരായി ജീവിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ നമ്മൾ പുറത്തു
കൊടുക്കുന്ന ദാനധർമ്മങ്ങളുണ്ടല്ലോ, ആ ദാനധർമ്മങ്ങളുടെ പ്രതിഫലത്തിൽ പോലും ഗണ്യമായ കുറവുണ്ടാകും എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധത്തിന്റെ വേരുകൾ നന്നായി ചിക്കിച്ചകഞ്ഞ് എവിടെയൊക്കെ ഉണ്ട് എന്ന് ചേർത്ത് പിടിക്കുക. ആ കുടുംബങ്ങളിലേക്ക് യാത്ര പോവുക, ആ കുടുംബങ്ങളെ വിളിക്കുക. അവർ സാമ്പത്തികമായി പല തട്ടിലാവാം. ഞാനൊരിക്കൽ ഒരു കുടുംബ സംഗമത്തിൽ സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ വിളിച്ചത് ഏറെ പൗരപ്രമുഖനും ധനികനുമായ ഒരു വ്യക്തിയാണ് വിളിച്ചത്. ഞങ്ങളുടെ കുടുംബ സംഗമമുണ്ട്, ഉസ്താദ് ഒരു ക്ലാസ് എടുക്കണം. എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ ഈ ഹാള് വലിയ ഹാളാണ്, ഏകദേശം 1500 ആളുകൾ കൂടിയ ഒരു വലിയ ഹാളാണ്. ആ ഹാളിലേക്ക് നോക്കിയിട്ട് എന്നെ വിളിച്ച വ്യക്തി എന്നോട് പറഞ്ഞത്, ഉസ്താദേ, ഈ ഹാളിൻ്റെ 2 ഭാഗത്തിരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ, ഒരു പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ടോ? സത്യത്തിൽ നോക്കിയപ്പോൾ എനിക്കും ആ കാര്യം നേരത്തെ തോന്നിയിരുന്നു. എങ്ങനെ പറയണമെന്ന് അറിയാതെ ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. അതായത് ഒരു ഭാഗത്തിരിക്കുന്നവരൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരും ജീവിത നിലവാരമുള്ളവരുമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപവും വസ്ത്രധാരണയുമുള്ള ആളുകളാണ് ഒരു ഭാഗത്തിരിക്കുന്നവരൊക്കെ. മറുഭാഗത്തിരിക്കുന്നതാവട്ടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ നിറം മങ്ങിയ നിറങ്ങളും വസ്ത്രങ്ങളുമായ ഒരു വിഭാഗമാണ് മറുഭാഗത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ അത്ഭുതം അദ്ദേഹത്തോട് പങ്കുവച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുതന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഇരിക്കുന്ന ഈ ഒരു സാമ്പത്തികമായി പിന്നിലാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഭാഗത്തിരിക്കുന്നവർ ഞങ്ങളുടെ ഉമ്മയുടെ ബാക്കിക്കാരാണ്. ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ ബാപ്പയുടെ ബാക്കിക്കാരാണ്. ബാപ്പയുടെ ബാക്കിക്കാരൊക്കെ ഏറെ സമ്പന്നരാണ്. പക്ഷെ ഉമ്മയുടെ കുടുംബം വളരെ വളരെ പ്രയാസപ്പെട്ട കുടുംബം. കാരണം ഈ ബാപ്പയുടെ ഭാര്യ നേരത്തെ മരിച്ചത് കൊണ്ട് ഈ ബാപ്പയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു പെണ്ണിനെയാണ് ഈ ബാപ്പ പിന്നെ കെട്ടിയത്. അത് പാവപ്പെട്ട കുടുംബത്തിനായത് കൊണ്ട് തന്നെ ഉമ്മാന്റെ കുടുംബക്കാർ മൊത്തം പാവങ്ങളാ. ഇതിങ്ങനെ വേറെ വേറെ നിൽക്കുകയാണ്, അത് ഒന്നാകുന്നില്ല. ഇയാൾ സങ്കടം പറഞ്ഞ് പലപ്പോഴും നമ്മളിത് ഒന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കല്യാണങ്ങൾക്ക് വന്നാൽ പോലും ഇതിങ്ങനെ എണ്ണയും വെള്ളവുമായിരിക്കും, രണ്ടും വേറെ വേറെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദിന്റെ സംസാരത്തിലൊന്ന് പറയണം, പണവും പ്രതാപവുമല്ല, ബന്ധമാണ് പ്രധാനമെന്നും ഈ വേർതിരിവില്ലാതാവണമെന്നും നിങ്ങളൊന്ന് സംസാരിക്കണമെന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. നമ്മളൊക്കെ അത് ഏറെ ഗൗരവത്തോടു കൂടി കാണണം. നമ്മളൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൊണ്ടുപോകുമ്പോൾ ലേശൊക്കെ സാമ്പത്തികമായി കൂടുതൽ മെച്ചമുള്ളവരാണെങ്കിൽ അവരോടുള്ള ബന്ധം കൂടും. എന്നാൽ പാവപ്പെട്ടവരാണെങ്കിൽ അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാത്ത ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സമയത്തിൻ്റെ കുറവുണ്ട്. നമ്മൾ കുടുംബങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. നമ്മുടെ മക്കളെ ആ കുടുംബങ്ങളെ പരിചയപ്പെടുത്തണം. ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോയാലും ആ കുടുംബ ബന്ധങ്ങളെ നമുക്കറിയാലോ. പ്രവാചകന്റെ ഒക്കെ കുടുംബം നമ്മൾ പറയുമ്പോൾ നബിയുടെ ബാപ്പ അബ്ദുള്ള, അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അല്ലേ, അവരുടെ വാപ്പ അബ്ദു മനാഫ് എന്ന് പറഞ്ഞ് 20 ബാപ്പാന്റെ പേര് വരെ നമ്മൾ കാണാതെ പഠിച്ചു. എത്ര ജനങ്ങളെ 1500 കൊല്ലം മുമ്പുള്ള കുടുംബ വ്യവസ്ഥയിലാണ് 20ാമത്തെ വല്യാപ്പാന്റെ പേര് ഞമ്മക്ക് കാണാതെ അറിയാം. എന്നാൽ നമ്മളെ ബാപ്പാന്റെ പേര് ഞമ്മക്കറിയാം. ബാപ്പാന്റെ പേരറിയുന്ന എത്ര ആളുണ്ട്? ആ ബാപ്പാന്റെ 3ാമത്തെ വല്യാപ്പാന്റെ പേര് എത്ര ആൾക്കറിയാം? 4ാമത്തെ വല്യാപ്പാന്റെ പേര് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയോ? എന്താ നിങ്ങൾ, പണ്ട് കാലത്ത് ആ ബന്ധങ്ങൾക്ക് വലിയ വില ഉണ്ടായിരുന്നു. ഇന്ന് ബന്ധങ്ങൾ ചുരുങ്ങി രസകരമായ സംഗതി തരങ്ങള്. ചിലപ്പോഴൊക്കെ ചില നിക്കാഹിൻ്റെ ഒക്കെ സമയത്തെ നമ്മൾ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് അമ്മോനക്കാർ ചിലപ്പോൾ ഈ മഹറൊക്കെ തൂക്കിയിട്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ പറയും, ആ കുട്ടീൻ്റെ പേരെന്ന് പറഞ്ഞാണി. ആ പേര് നോക്കിയാൽ ഇവിടെ വന്നാ എന്താ അവളെ പേര്? അപ്പൊ കാക്ക പെങ്ങളെ കുട്ടിയല്ലേ? അതൊക്കെ ഞാൻ കുഞ്ഞുട്ടീന്നാ വിളിച്ചത്, പേരൊന്നും എനിക്കറിയില്ല. കുട്ടിൻ്റെ പേരറിയില്ല, ബാപ്പാൻ്റെ പേരറിയില്ല. ഏറ്റവും രസം എന്തായാലും കുട്ടീൻ്റെ ബാപ്പ കുഞ്ഞായ്മതിനറിയും. ഓളെ അമ്മാൻ്റെ പേരെന്താ? അമ്മാൻ്റെ പേരറിയണമെങ്കിൽ പോളോരോട് ചോദിച്ചിട്ട് വരും. എന്നിട്ട് ആൾ പായാണ് ഓഡിറ്റോറിയത്തിൽ കൂടെ ഉമ്മാൻ്റെ പേര് കിട്ടാൻ വേണ്ടി. ആരെയാരങ്ങൾ ഈ കുട്ടീൻ്റെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിൻ്റെ അല്ലെങ്കിൽ ആൺകുട്ടീൻ്റെ അമ്മാൻ്റെ പേരറിയില്ല. ആർക്കറിയില്ല? നിങ്ങൾ സ്വന്തക്കാർക്കറിയില്ല, ബാപ്പാൻ്റെ പേരറിയില്ല, വീട്ടുപേരറിയില്ല, ഒന്നും അറിയില്ല. അതിന് പിന്നെ വേറെ ആൾക്കാരെ വിളിച്ചോണ്ടിരാ അല്ലേ? എത്ര ദയനീയമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അല്ലേ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു വാട്സാപ്പ് മതി കുടുംബ ബന്ധങ്ങളെ അടുപ്പിച്ചു കൊണ്ടുപോകാൻ അല്ലേ? ഒരു
ചിലപ്പോഴൊക്കെ ഞാനിന്ന് ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ആള് പറഞ്ഞത് 400 കൊല്ലത്തെ ചരിത്രം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ 400 കൊല്ലത്തെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു പ്രിന്റഡ് പുസ്തകം പോലെ എടുത്തുണ്ട്. ഇപ്പം ആ കുടുംബത്തിൽ പിറക്കുന്ന ഓരോ കുട്ടിയുടെ പേരും ചരിത്രവും പുതിയതായി ആ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ആ കുടുംബത്തെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവരോട് ചോദിച്ച്, ഇത്ര ദീർഘമായ ഒരു ചരിത്രം നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളെ വാപ്പ എഴുതി വെച്ചിരുന്നു, ബാപ്പാൻ്റെ വാപ്പ എഴുതി വെച്ചിരുന്നു, അങ്ങനെ വന്ന ഒരു ചരിത്രം. നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ 100 കൊല്ലം വേണ്ട, ഒരു 50 കൊല്ലത്തിനപ്പുറം നമ്മുടെ വാപ്പിയമ്മയും എവിടുന്ന് വന്നു, അവരെവിടെയായിരുന്നു, അവരുടെ വാപ്പിയമ്മി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയും 60 70 ഉള്ള ഈ മുടി നിറച്ച തലമുറ പറയും. പക്ഷെ ഈ 16 17 ഉള്ളവരോട്, എടാ എൻ്റെ വാപ്പാൻ്റെ വാപ്പ എന്താ വെച്ചാൽ വല്ലിപ്പാന്ന് ഞങ്ങൾ വിളിച്ചാൽ പേരൊന്നും എനിക്കറിയില്ല അറിയും, അത്രേ അറിയുള്ളൂ. കുറ്റക്കാർ അവരല്ല, കുറ്റക്കാർ നമ്മളാണ്. അപ്പോൾ കുടുംബത്തെ പരിചയപ്പെടണം. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തണം. ആ കുടുംബങ്ങളുമായി നിരന്തരമായ ബന്ധമുണ്ടാവണം. സംസാരിക്കണം, പോകണം, വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടാവണം. പാവപ്പെട്ടവരെ സഹായിക്കണം, ആവശ്യമായവർക്ക് ആവശ്യമായത് കൊടുക്കണം. ഇതാണ് 3ാമത്തെ വിഷയം. 4ാമത്തേത്, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ മാധുര്യം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കുടുംബ ജീവിതം നമുക്ക് നിശ്ചയിച്ചത് എന്തിനാ ഇപ്പോൾ കുടുംബം? ഇവിടുത്തെ പോത്തിനും എരുമക്കും ആനക്കും അണ്ണാനും ഒന്നും കുടുംബമല്ലല്ലോ. ഒക്കെ ഒറ്റക്കൊറ്റക്ക് ജീവിക്കല്ലേ, അതിറ്റക്കൊന്നും കുടുംബമല്ല. എന്നിട്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ലല്ലോ. എന്തിനാ മനുഷ്യന് മാത്രം ഒരു കുഴപ്പം? അതെ, മനുഷ്യന് കുടുംബം വേണം. എന്താ അറിയോ, മറ്റു ജീവികളെ പോലെയല്ല. നിരാശ, സങ്കടം, വേദന, ഉത്കണ്ഠ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് സ്വന്തം. സങ്കടം വരുമ്പോഴേ സാരല്ല എന്ന് പറയുന്ന ഒരു പോത്തിന് ആരും വേണ്ട. ഒരു പോത്ത് വീണ് കാല് പൊട്ടിയാൽ സാരല്ല എന്ന് പറഞ്ഞ് ആ പോത്തിൻ്റെ കാല് ഒഴിഞ്ഞെടുക്കാൻ ആരും വേണ്ട. എന്നാൽ ഒരു മനുഷ്യൻ വീണ് കാല് പൊട്ടിയാൽ ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ കാല് പൊട്ടിയതിനേക്കാളേറെ വേദന ഒരാൾ തിരിഞ്ഞു നോക്കാതെ വിട്ടുകളഞ്ഞതിൻ്റെ പേരിലാവും അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ചില രോഗമൊക്കെ വരുമ്പോൾ രോഗത്തെക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അവഗണനയാവും. തിരിഞ്ഞു നോക്കുന്നില്ല മനുഷ്യൻ. ആശുപത്രി കണ്ടിട്ട് 10 ദിവസമായി ഇതുവരെ ഒറ്റ ബന്ധം നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യതയുണ്ട്. അല്ലാഹു തആല നമുക്ക് കുടുംബ ബന്ധത്തെ നിശ്ചയിച്ചത് എന്തിനാ? സമാധാനം ഉണ്ടാവാനാ ഈ ലോകത്ത്. ആ കുടുംബ ബന്ധം ശുഷ്കിച്ച് വരുമ്പോൾ മനുഷ്യൻ്റെ സമാധാനം പോകും, അവൻ്റെ മനസ്സിൻ്റെ ഉറപ്പില്ലാതാകും പെട്ടെന്നില്ലേ. എന്താ നിങ്ങളെ കണ്ണൂർ ജില്ല കുറച്ച് കാലമായിട്ട് വാർത്തയിൽ ഇടം നേടിയ ആ ഒരു വിവാദമല്ലേ, ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അല്ലേ? എന്തിൻ്റെ പേരിലാണ് ആ സഹോദരൻ ആത്മഹത്യ ചെയ്തത്? ആ ആത്മഹത്യ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ആ ആത്മഹത്യ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വല്ല ആശ്വാസം കിട്ടിയോ? ആ ആത്മഹത്യ കൊണ്ട് ആർക്കെങ്കിലും വല്ല നേട്ടം കിട്ടിയോ? ഇല്ലല്ലോ അല്ലേ? പക്ഷേ ജീവിതത്തിൽ മനസ്സ് കുടുസാകുമ്പോഴേ ഒരുപാട് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. പക്ഷേ സ്വസ്ഥമായ സാരമില്ല എന്ന് പറയാൻ, സാരമില്ല എന്ന് പറയാൻ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ, നിന്നെ ഞങ്ങൾക്കറിയാമെന്ന് പറയാൻ, ചേർത്തു പിടിക്കാൻ കുടുംബത്തിൽ ആളുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം തകരാതെ മുന്നോട്ട് പോകും. സൗഹൃദങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു നിശ്ചിത അകലത്തിലേ ഉണ്ടാവുള്ളൂ. ആദർശങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങളൊക്കെ ഒരു നിശ്ചിത അകലത്തിലേ ഉണ്ടാവുള്ളൂ. ഒന്നും വേണ്ട കൂട്ടരെ, ഒന്ന് വയറ്റുന്നോക്കും ഛർദിയായിട്ട് ഒരു 15 ദിവസം കണ്ണൂർ ആശുപത്രിയിൽ അഡ്മിറ്റായ കാണങ്ങൾക്ക് ഫേസ്ബുക്ക് സുഹൃത്തുക്കളൊക്കെ ഒരു മനസ്സുണ്ടാവില്ല. ഉമ്മ ഉണ്ടാവും തലക്കും പുറത്ത്, ബാപ്പുണ്ടാവും ഒരു തൂക്കാത്രയായിട്ട് കഞ്ഞി വാങ്ങാൻ വേണ്ടി ആശുപത്രിൻ്റെ വരിയിൽ 3ാമത്തെ ഒരാളുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് ആ കുടുംബത്തിൽ പരസ്പരമുള്ള സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതാണോ അത്രമാത്രം ആ കുടുംബം നമുക്ക് സമാധാനത്തിൻ്റെ വിളക്കുമാടമാവും. സ്നേഹമുണ്ടാവണം, ഔപചാരികതകളല്ല. അള്ളാഹു നിശ്ചയിച്ചതിനാൽ ഞാൻ അതിനെ സ്നേഹിക്കും. അതിനല്ലേ അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി പിരിയുക. ഇത് അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ ആളെ ഞാൻ സ്നേഹിക്കണം. കാരണം എന്താ? അയാളിൻ്റെ കുടുംബക്കാരനാ, അയാളുടെ സ്വഭാവം വളരെ മോശം, പക്ഷേ അയാളിൻ്റെ കുടുംബക്കാരനാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാളുമായി ബന്ധമുണ്ടാക്കണം. അതുകൊണ്ട് അയാൾ എങ്ങനെയെന്നുള്ള എനിക്ക് പ്രശ്നമല്ല, ഞാൻ അയാളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കും. അതാണ് കുടുംബ ബന്ധത്തിൻ്റെ സവിശേഷത.
ആ കുടുംബ ബന്ധം ഒരു മനുഷ്യന് കൊടുക്കുന്ന സമാധാനവും ശാന്തിയും കുറച്ചൊന്നല്ല. ആ സമാധാനവും ശാന്തിയും മനുഷ്യന് കിട്ടാതെ വരുമ്പോൾ സമാധാനം തേടി ശാന്തി തേടി കള്ളും പെണ്ണും കഞ്ചാവും ദുരിതവുമുള്ള ഒരു ലോകത്തിലേക്ക് മനുഷ്യ യാത്രയാവും. ഇപ്പം നോക്കിങ്ങൾ, വർത്തമാനകാലത്ത് ഏറ്റവുമേറെ വെല്ലുവിളി നേരിടുന്ന രംഗമാണ് കുടുംബരംഗം. കുടുംബത്തെ തകർക്കാനും നാളിതുവരെ തുടർന്നു വരുന്ന കുടുംബത്തിൻ്റെ മൂല്യങ്ങളെ ഇല്ലാതാക്കാനും എന്തൊരു ശ്രമം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതല്ലേ. കേരളത്തിൽ കുറച്ച് മുമ്പ് ഒരു സിനിമ ഇറങ്ങി. കേരളത്തിലെ ഒരു മെഗാ സ്റ്റാറായിരുന്നു ആ സിനിമയിലെ അഭിനേതാവ്. ആ സിനിമ കോടികളാണ് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും കൊയ്തുകൂട്ടിയത്. അവാർഡ് കിട്ടാൻ തക്ക ഒരു സിനിമയാണ് എന്നാണ് നിരൂപകരൊക്കെ പറയുന്നത്. ആ സിനിമയുടെ സംവിധായകനോട് ഒരു പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട്, സിനിമ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ സംവിധായകൻ പറഞ്ഞത്, എൻ്റെ സിനിമ കണ്ടിട്ട് 10 ദമ്പതികളെങ്കിലും വിവാഹമോചനം നേടി അവർ സ്വവർഗരതിയുടെ സ്വതന്ത്രരതിയുടെ ലോകത്തിലേക്ക് മടങ്ങിപ്പോയാൽ ഞാൻ ധന്യനായി. കോടികൾ മുടക്കി അയാൾ സിനിമയുണ്ടാക്കിയത് എന്തിനാ? കുടുംബങ്ങൾ തകർത്ത് കുടുംബത്തിലെ വ്യക്തികളൊക്കെ അങ്ങനെ ഒറ്റക്കൊറ്റക്ക് പിടുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി കാണാൻ വേണ്ടിയാണ് അദ്ദേഹം സിനിമ ഉണ്ടാക്കിയത്. സിനിമ മാത്രമല്ല, ഇപ്പം ഇറങ്ങുന്ന, നിങ്ങളാർക്കും വല്ലതും വായിക്കലുണ്ടോ? ഇപ്പം ഇറങ്ങുന്ന പുസ്തകങ്ങൾ, കഥകൾ, കവിതകൾ, നാടകങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ, ഇതൊക്കെ കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കാനും കുടുംബത്തിൻ്റെ ആ ഭദ്രതയിൽ നിന്ന് കുടുംബാംഗങ്ങളെ പുറത്തു ചാടിക്കാനും നമ്മുടെ മക്കളെ കുടുംബവുമായി ബന്ധമില്ലാത്ത സ്വതന്ത്രരാക്കി മാറ്റുവാനുമുള്ള ശ്രമങ്ങൾ സ്കൂളുകളിൽ പോലും 1ാം ക്ലാസ് മുതൽ PhD വരെ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കി. ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ ഒരു പേജിലെങ്കിലും കുടുംബ ബന്ധത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു പാരഗ്രാഫെങ്കിലും നമ്മുടെ പഠന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കി. ഇല്ല എന്നത് ഒരു സത്യമാണ്. എന്താ കാരണം എന്നറിയങ്ങൾ? ഈ ലോകം അടക്കി ഭരിക്കുന്ന മയക്കുമരുന്ന് മാഫിയ. മനുഷ്യന്റെ സുഖമെന്ന് പറയുന്നത് മയക്കുമരുന്നും ലഹരിയും ലൈംഗികതയും ആസ്വാദനവുമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ലോകത്തിൻ്റെ ചെങ്കോലും കിരീടവും. അവരുടെ ആ ലോകത്തിലേക്ക് ആളെ കിട്ടണമെങ്കിൽ ഈ കുടുംബ ബന്ധത്തിനെ തകർക്കണം. എൻ്റെ കുടുംബം തകർന്ന് എൻ്റെ കുട്ടി വീട്ടിലേക്ക് വരാതെ, എൻ്റെ ഭാര്യ വീട്ടിൽ കയറാതെ, ഞാൻ വീട്ടിൽ കയറാതെ അലഞ്ഞു നടക്കുമ്പോഴാണ് കള്ളും കഞ്ചാവും വെള്ളമായും പൊടിയായും പുകയായും എൻ്റെ ജീവിതത്തിലേക്ക് വരിക. ഒരിത്തിരി സമാധാനത്തിന് വേണ്ടി, എല്ലാം മറക്കാൻ വേണ്ടി ഞാൻ ചെന്നെത്തുന്നത് ലഹരിയുടെ പുകയിലാവാം. എൻ്റെ മക്കൾ ചെന്നെത്തുന്നത് ലൈംഗിക വൈകൃതങ്ങളുടെ വല്ലാത്ത കൂടാരത്തിലാവാം. അതാണ് അവർക്ക് ആവശ്യം. അവർക്ക് നമ്മുടെ മക്കളെ വേണം, അവർക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വേണം. ലഹരി വാങ്ങാൻ, ഉപയോഗിക്കാൻ, വിൽക്കാൻ, വൃത്തികെട്ട ലൈംഗികതയ്ക്ക് ഉപയോഗിക്കാൻ അവർക്ക് നമ്മുടെ മക്കളെ വേണം. ആ മക്കളെ കിട്ടണമെങ്കിൽ ബാപ്പാന്റെ ഉമ്മാന്റെ കുടുംബത്തിന്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് അവരെ പുറത്തു ചാടിക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമം ലോകത്താകമാണ് നടക്കുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും ചേർത്ത് പിടിക്കുക. സ്നേഹം കൊണ്ട് നമ്മൾ അവരെ കൂടെ നിർത്തുക. മാത്രമല്ല, കുടുംബ ബന്ധം നിലനിൽക്കണമെങ്കിലേ ആ കുടുംബത്തിൽ അള്ളാഹു നിശ്ചയിച്ച ചില വലിപ്പച്ചെറുപ്പങ്ങളുണ്ട്. ആ വലിപ്പച്ചെറുപ്പങ്ങളെ നമ്മൾ ശരിക്ക് പാലിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം കേട്ടോ. എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. കുടുംബത്തിലെ ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച ഒരു പദവിയുണ്ട്. ആ പദവിയെ മാനിക്കാൻ ആ കുടുംബത്തിലുള്ളവർ തയ്യാറാവണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക? എൻ്റെ ബാപ്പയ്ക്ക് കൂലിപ്പണിക്ക് പോയിരുന്ന കാലത്തെ ബാപ്പ പണി കയറി വരിക 8 മണി 9 മണിക്കൊക്കെ വരിക. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചില പച്ചക്കറിയൊക്കെ ആയിട്ട് ബാപ്പ വരിക. അത് കൊത്തി നുറുക്കിയിട്ട് ഉമ്മ കറി വെക്കും. ആ കറിയൊന്നും നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ എന്തിനാ ഉണ്ടാക്കണേ? ഉമ്മ പറയതേ, ബാപ്പ വളരെ പ്രയാസപ്പെട്ട് കൊടുന്നതാ. ബാപ്പ പ്രയാസപ്പെട്ട് കൊടുത്തൊരു സാധനം നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളത് കൊതിയോടുകൂടി തിന്നു. അത് അന്നത്തെ കാലേന് ഉമ്മ ശ്രദ്ധിക്കും. വീട്ടിൽ ബാപ്പാൻ്റെ അഭിപ്രായങ്ങൾ, ബാപ്പാൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ബാപ്പാൻ്റെ താല്പര്യങ്ങൾക്ക് ആ വീട്ടിൽ മുൻഗണന ഉണ്ട്. ഇന്നിപ്പോൾ എൻ്റെ പെരയിൽ എനിക്ക് മത്തി തിന്നാൻ ഭയങ്കര പൂതിയ. മത്തി, ഇവിടെ മത്തിയല്ലേ അറിയാം, അതോ ചാളെ? മത്തി ഭയങ്കര പൂതിയ. ഞാൻ അങ്ങനെ മാർക്കറ്റിൽ പോകുമ്പോൾ സ്ഥലം നല്ല മത്തി വന്നിട്ടുണ്ടോ. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് മത്തി അത്ര പറ്റൂല. കാരണം എൻ്റെ വീട്ടിൽ മക്കൾക്കാർക്കും മത്തി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ മത്തി വേവൂല. അതുകൊണ്ട് എനിക്ക് മത്തി തിന്നണമെങ്കിൽ
ഞാൻ വല്ല ഹോട്ടലിലും കയറിയിട്ട് മത്തി തിന്നണം. എൻ്റെ കഥ അറിഞ്ഞല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. പല വീടുകളിലും ബാപ്പമാർ പറയണേ, നമ്മുടെ തൊള്ളക്ക് ഇഷ്ടമുള്ളൊരു സാധനം പെരീന്ന് തിന്നാൻ കിട്ടൂല. പെരിയിൽ മക്കൾക്ക് എന്താണോ ഇഷ്ടം അതാണ് വീടിൻ്റെ പരിഗണന. അത് ഓനിഷ്ടല്ല, ഓന് വേറൊന്ന്. അത് ഓക്കിഷ്ടല്ല, ഓക്ക് വേറൊന്ന്. അപ്പോൾ എനിക്കോ നിങ്ങൾ വേണമെങ്കിൽ തിന്നോളി, കഴിഞ്ഞ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ശരിക്ക് പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കണം. ഒരു വീട്ടിലെ രാജാവാണ് വാപ്പ, ഒരു വീടിൻ്റെ രാജാവാണ് വാപ്പ. എത്ര വയസ്സായിക്കണമെങ്കിലും, ക്ഷീണിച്ചിക്കണമെങ്കിലും, തളർന്നിക്കണമെങ്കിലും, ആകെ വളഞ്ഞിട്ടുണ്ടെങ്കിലും ബാപ്പ വീട്ടിലെ രാജാവാ. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വിദേശ രാജ്യത്തേക്ക് പോകുമ്പോഴേ നമ്മുടെ രാജ്യത്തെ പ്രഗത്ഭരും പട്ടാളത്തിൽപ്പെട്ടവരൊക്കെ ആ വിമാനത്താവളത്തിൽ വന്ന് പ്രധാനമന്ത്രി വിമാനത്തിലേക്ക് കയറുന്നത് വരെ അവരുടെ കൂടെ ഉണ്ടാകും. വിമാനത്തിലേക്ക് കയറുമ്പോൾ അഭിവാദ്യം ചെയ്തിട്ടാണ് മടങ്ങിപ്പോരാ. അതൊരു യാത്രയാക്കലാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മുടെ വാപ്പ ഒരാവശ്യത്തിന് പുറത്തു പോകുമ്പോൾ ഉമ്മ വിളിക്കണം, മക്കളെ വരി, എവിടെയാ? ഞാൻ അവിടെ റൂമിലുണ്ട്, എവിടെയാ? ഞാൻ അവിടെ ഉണ്ട്, പേരി ബാബ, മോളെ വാ, മോനെ വാ. എന്തേ? ബാപ്പ പോവുകയാണല്ലോ. വാപ്പ പോയിക്കോട്ടെ. അല്ല, വരണം. ബാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ, ആ ഉമ്മറപ്പടിമെന്ന് ഇറങ്ങുമ്പോഴേ, ആ വീടിൻ്റെ കോലായിൽ ആ ബാപ്പാനെ യാത്രയാക്കാൻ ആ വീട്ടുകാരുണ്ടാവണം. ആ വീട്ടുകാരോട് സലാം പറഞ്ഞു പോകുന്ന ആ ബാപ്പുണ്ടല്ലോ, ആ ബാപ്പാൻ്റെ മനസ്സിൽ ആ വീടേക്കാരൻ. ഇത് പോരാൻ നേരത്തെ ചെരുപ്പിട്ട് കൊടയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കും, ആരെങ്കിലുണ്ടോ, പെണ്ണുങ്ങളുണ്ടോ, ഓളില്ല, കുട്ടികളുണ്ടോ, അല്ല. അയലോക്കക്കാരോട് പറഞ്ഞു, നോക്കിയാൽ ഞാൻ പോകുക കേട്ടോ, ഇഞ്ച് പറയേണ്ടിട്ടോ, ഞാൻ പൊയ്ക്കണെന്ന് പറയേണ്ടിട്ടോ എന്ന് അയലോക്കത്തെ പെരിയിൽ പറഞ്ഞ് ഏൽപ്പിച്ച് പോകേണ്ട ദുരന്ത. ഉമ്മാരെ ശ്രദ്ധിക്കണ്ടേ? ബാപ്പമാരുടെ വില മക്കൾക്കിടയിൽ നിലനിർത്തേണ്ട ചുമതല ഉമ്മാക്കണ്ടേ? ആ ചുമതല ഉമ്മ നിർവഹിക്കണം. ബാപ്പയോടുള്ള ബഹുമാനം, ബാപ്പയോടുള്ള ആദരവ്, അത് ആ പഴയ തലമുറ കാത്തു സൂക്ഷിച്ചതുപോലെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല. എത്ര വൈകിയാലും ബാപ്പ വരുന്നത് വരെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഉമ്മമാർ നമുക്കുണ്ടായിരുന്നു. ബാപ്പ വന്ന് ഭക്ഷണം കഴിക്കും വരെ. എൻ്റെയൊക്കെ വീട്ടിൽ ഓർമ്മയുണ്ട്, ചെറുപ്പകാലത്ത് ചോറ് വിളമ്പുമ്പോൾ ബാപ്പ വരാൻ നേരം വൈകും. പക്ഷേ ഉമ്മ ഒരു പാത്രത്തിൽ ആദ്യം ബാപ്പാക്കുള്ള ചോറും കറി എടുത്തു വെക്കും, എന്നിട്ട് ആ മക്കൾക്ക് ചോറ് വിളമ്പുക. ഒരു കഥ കേട്ടില്ലേ? ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോയ 3 ആൾക്കാരില്ലേ പ്രാർത്ഥിച്ച കഥ? മൂന്നാമത്തെ ആൾ എന്താ പ്രാർത്ഥിച്ചത്? പടച്ചോനെ, എനിക്ക് വയസ്സായ ബാപ്പിയമ്മയുണ്ട്, ഞാൻ രാത്രി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ എൻ്റെ കുട്ടിയേക്ക് ഭക്ഷണം കൊടുക്കാറുള്ളൂ, അതാണ് പതിവ്. ഒരു ദിവസം പാല് കറന്ന് വന്നപ്പോഴേക്ക് ഇത്തിരി വൈകിയത് കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി. എൻ്റെ മക്കൾ ഭക്ഷണം ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇവർക്ക് കൊടുക്കാതെ തരൂല. മക്കൾ കരഞ്ഞു. അപ്പോഴും എനിക്ക് ഇടങ്ങേറായി, റബ്ബേ, എൻ്റെ മക്കൾ വിശന്ന് കരയാണല്ലോ, പക്ഷെ എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും കൊടുക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ കൊടുത്തില്ല. അവസാനം അവരുണർന്നപ്പോഴേക്ക് എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയിരുന്നു. പടച്ചോനെ, ഞാനിത് ചെയ്തത് നിൻ്റെ കൂലിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞേ. ബാപ്പി ഇമ്മയും കഴിച്ചിട്ട് നമ്മളൊക്കെ വീട്ടിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ വീട്ടിൽ വയസ്സായ ബാപ്പി ഇമ്മ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമേശയിൽ അവർക്ക് സ്ഥാനം ഉണ്ടാവാറുണ്ടോ? കുട്ടിയൊക്കെ ഓരോരുത്തർക്കും വേണ്ടത് ഓന് ഇഡ്ഡലിയാണ്, ഇവിടെ വെള്ളപ്പാണ്, നൂൽപുട്ടാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. എന്നാൽ ബാപ്പ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ നേരം വെളുക്കുമ്പോൾ ചപ്പാത്തിൻ്റെ കുറവും കൂടി ഉണ്ട്, ആണെങ്കിൽ തിന്ന് നീച്ചു പൊയ്ക്കോളി എന്ന് പറയുന്ന സ്നേഹ സന്ദേശമാണ് പലപ്പോഴും പ്രായമായ ആൾക്ക് കിട്ടാനുള്ളത് അല്ലേ? അവിടെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും പരിഗണിക്കണം. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ, ഇത് ബാപ്പയാണ്, ഇത് ഇപ്പാൻ്റെ ബാപ്പയാണ്, ഇത് ഉമ്മാൻ്റെ അമ്മയാണ്, ഉമ്മാൻ്റെ അപ്പയാണ്. ഓരാണ് നമ്മൾ ഏറ്റവും പരിഗണിക്കേണ്ടത്. ആ പരിഗണനയാണ് നമ്മുടെ സ്വർഗമെന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പരിഗണിച്ച് ആദരിച്ച് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്താലല്ലേ ആ മക്കൾക്ക് നമ്മളെ ആദരിക്കാനും നമ്മളെ ബഹുമാനിക്കാനും തോന്നുള്ളൂ. ഇത് നമ്മളിങ്ങനെ ബാപ്പാനെയും മാനെയും പിറുവിറുത്ത് ചീത്തറിയുമ്പോഴേ നാളെ നമ്മുടെ മക്കൾ പിറുവിറുക്കൊന്നുമില്ല, ഒരു പരസ്യമായിട്ട് ചീത്തറിയും. രണ്ടാമത്തേത് വീട്ടിലെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ ഒരു പ്രതിഭാസം തന്നെയാണല്ലേ. ഉമ്മാനെ ബാപ്പാനെയും ഉമ്മാനെയും കുറിച്ച് പറഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഖുർആനിൽ എടുത്തു കണ്ട് പറഞ്ഞേ, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ല്ലേ, നിന്റെ ഉമ്മ ഒരുപാട് പ്രയാസപ്പെട്ടിക്കണ്, ബാപ്പാക്കും ഉമ്മാക്കും നീ നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ മാത്രം കണ്ട് എടുത്തു പറയാൻ കാരണം എന്താ? നിങ്ങൾ ഉമ്മ അനുഭവിച്ച വേദനയാണ്. മക്കളോടൊക്കെ ചോദിക്കേ, ഉമ്മാൻ്റെ കുട്ടി അപ്പാൻ്റെ കുട്ടിയാണ്.
എല്ലാ മക്കളും പറയും പലുട്ടിയാണ്. എന്താ പറയുക, ഇപ്പം ഐസ്ക്രീം കൊണ്ടുവരും, ചോക്ലേറ്റ് കൊണ്ടുവരും, ടൂർ പോകാൻ പൈസ തരും, അങ്ങാടി കൊണ്ടുപോകും. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാകും മുമ്പ് ഒരു ഉമ്മ അനുഭവിച്ച കഠിനമായ ത്യാഗത്തിൻ്റെ കഥ ആർക്കും അറിയില്ല. അതുകൊണ്ടാ പടച്ചോ അത് എടുത്തു പറഞ്ഞേ, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉമ്മ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ രാജ്ഞിയാവണം. നമ്മളെ ഉമ്മ പലപ്പോഴും നമ്മളൊക്കെ വീട്ടിൽ ഏറ്റവും പാവം ജീവി നമ്മളെ ഉമ്മയ്ക്കാണ്. പൂച്ചനെക്കാട്ടിൽ പാവയ്ക്കാരം. മക്കളെ മുഖത്തേക്ക് നോക്കാൻ പേടി, ഓരോടൊരു കാര്യം പറയാൻ പേടി. മോനെ ബമ്മാൻ്റെ മരുന്ന് കഴിഞ്ഞിട്ട് കേട്ടോ, ഇതൊന്ന് വാങ്ങേണ്ടിന്ന് ഈ മകനോട് പറയാൻ പേടിച്ച് മരുന്ന് കുടിക്കാതെ രോഗിയായി കിടക്കുന്ന ഉമ്മാര് നമ്മളെ നാട്ടിലുണ്ട്. പേടിയാണ്. ചാട്ടിക്കളിക്കും മക്കളെ, പേടിയാ. ഉമ്മമാർ പരിഗണിക്കപ്പെടണം, ഉമ്മമാർ ആദരിക്കപ്പെടണം, ഉമ്മമാർ ബഹുമാനിക്കപ്പെടണം. സ്നേഹം കൊണ്ട് ഉമ്മമാരെ ചേർത്ത് പിടിക്കണം. സ്നേഹത്തിൻ്റെ ചിറകുകൾ നമ്മുടെ മക്കളെ നമ്മൾ ആദരിക്കുന്നതിന്, ഒരുപക്ഷെ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു പടി മേലെ ബാപ്പാനും ഇമ്മാനും ചേർത്ത് പിടിച്ച് നമ്മളിങ്ങനെ നമ്മളെ ബാപ്പാനും ഇമ്മാനും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. മോനെ ഇതിൻ്റെ അപ്പേട്ടോ ഇതിൻ്റെ അമ്മേട്ടോ എന്ന് നമ്മുടെ മക്കൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രഗത്ഭരായ ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ വയസ്സായൊരു മനുഷ്യൻ, ആകെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, മുടിയൊക്കെ പാറിയ ഒരു പടുവൃദ്ധനായ മനുഷ്യനെ പോവുക. റസൂൽ സ്റ്റേജ് മുന്നിൽ ഇറങ്ങിയിട്ട് മൂപ്പരെ വിളിച്ചോണ്ടിട്ട് ഈ തിണ്ടുമല ഇരുത്തി. തിണ്ടുമ്പോൾ ഇരുന്നാ സംസാരിക്കണേ, ആൾക്കാർ നിലത്തിരിക്കുക. റസൂൽ ഈ തിണ്ടുമല അയാളെ കൊണ്ട് ഒരു ഭാഗത്ത് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ബാക്കിൽ അതുപോലത്തെ വയസ്സായൊരു കിളവി, വയസ്സായൊരു സ്ത്രീ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് വരുന്നു. റസൂൽ എണീറ്റ് പോയിട്ട് ആ സ്ത്രീയെ ചേർത്ത് കൊടുത്തിട്ട് തൻ്റെ തോളിലെ മുണ്ടിങ്ങനെ നിലത്തി വിരിച്ചിട്ട് അവിടെ ഇരുത്തി. അതിൻ്റെ നടുവിൽ റസൂലുള്ള ഇരിക്കുക. ആൾക്കാർക്ക് അത്ഭുതമായി, ഇതെന്താണിത്? ഇത്രയും കാര്യപ്പെട്ട ആൾക്കാർ അബൂബക്കർ ഉമറൊക്കെ ഇരിക്കുക. അവിടെയാണ് പ്രവാചകൻ്റെ അടുത്ത് ഈ മുഷിഞ്ഞ വയസ്സായ രണ്ടാൾക്കാർ. ആരാത്? അങ്ങനെ യോഗം പിരിഞ്ഞപ്പോൾ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ. അപ്പം പറഞ്ഞു കൊടുത്തു, ഒന്ന് റസൂലുള്ളാഹിൻ്റെ ബാപ്പയാണ്, ഒന്ന് ഉമ്മയാണ്. ഏതാണ് ഈ ബാപ്പിമ്മ? നിങ്ങൾ ശരിക്കുള്ള ബാപ്പിമ്മയല്ല, മരിച്ചു വയ്ക്കണ്. ഇതേതാ ബാപ്പിമ്മ അറിയോ? റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത് വളർത്തിയ അലീമുണ്ടല്ലോ, അലീമയാണ്. മറ്റേ ആരറിയോ? അലീമാൻ്റെ ഭർത്താവാണ്. അതാ റസൂൽ ബാപ്പിമ്മയായിട്ട് ഇല്ലേ? എന്തൊരു ബഹുമാനല്ലേ. നമ്മളൊക്കെ ഒരു കാറ് വാങ്ങിയാൽ ഇതുവരെ കാറിൻ്റെ മുൻസീറ്റിൽ ഉമ്മാക്കോ ഉപ്പാക്കോ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒരിപ്പോഴും ബാക്കിലാണ്. ഇതെന്താ കാരണം പറഞ്ഞുതരോ? ഒരു മുമ്പിലിരുന്നവർ ഇടങ്ങേറാണ്. ആർക്കിടങ്ങേറ് അല്ലേ? ഞാൻ അവസാനിപ്പിച്ച് 9 മണിൻ്റെ ട്രെയിനിൽ പോകണം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച 4 കാര്യങ്ങളാണ്. അവസാനത്തേത് മുഴുവനാക്കാൻ പറ്റിയില്ല, പിന്നെ എപ്പോഴും മുഴുവനാക്കാം. ഒന്ന്, അള്ളാഹുവിൻ്റെ ഏതൊരു കൽപ്പനയും മനുഷ്യർക്ക് നിർബന്ധമാണ്. അതില്ലെങ്കിൽ മനുഷ്യൻ അദാബ് വരും, ദുന്യാവിലും പരലോകത്തും. 2, കുടുംബബന്ധം എന്ന് പറഞ്ഞത് അല്ലാഹു തആല നിർബന്ധമാക്കിയ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ മാർഗമാണ്. 3, നമ്മുടെ കുടുംബത്തിൻ്റെ ചരടുകളെ തെരഞ്ഞു പിടിച്ച് ഒന്നിപ്പിച്ച് അത് ചേർത്ത് പിടിച്ച് നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി ആ ബന്ധത്തെ ഊഷ്മളമാക്കണം. 4, നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കുമുള്ള സ്ഥാനം, ബാപ്പ ആരാണ്, ഉമ്മ ആരാണ്, മകൻ ആരാണ്, മരുമകൾ ആരാണ്, ഓരോരുത്തർക്കുമുള്ള സ്ഥാനമാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അത് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ ബന്ധങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്ന വർത്തമാനകാലത്ത് ആ ബന്ധത്തെ ചേർത്ത് പിടിച്ചു ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു കുടുംബമായി നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളോട് മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പോ വിദ്വേഷങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കളഞ്ഞ് സ്നേഹത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.